വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഹായ് ഗൈസ്, അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആമസോണിൻ്റെ ഒരു കോൾ വന്നു. ഒരു എന്തോ പാക്കേജ് ഉണ്ട്, പക്ഷേ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് കണ്ട് ഞാൻ എൻ്റെ താഴെ ചേച്ചിനെ വിളിച്ചു പറഞ്ഞിട്ട് ചേച്ചി സാധനം മേടിച്ചിട്ടുണ്ട്, നമുക്ക് ചേച്ചി അടുത്ത് പോയിട്ട് നോക്കാതെ എന്തായിരിക്കും നോക്കാം. ഗൈസ്, സാധനം കിട്ടി. ഇതാണ് സംഭവം. എന്താണെന്ന് എനിക്ക് എപ്പോഴും അറിയത്തില്ല. റൂമിൽ കെട്ട് പൊട്ടിച്ചു വെക്കാം. എന്നാലും ആരായിരിക്കും? ഗിഫ്റ്റ് കണ്ടിട്ട് തീരുമാനിക്കാതെ ആരാ തന്നെ. ഗൈസ്, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ബോക്സ്. ഇതിന് ഞാൻ കടന്ന് കെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു ഡോളാണ്. എനിക്ക് മറ്റേ ബ്രീത്തിങ് ഡോള്. എൻ്റെ കൈയും പോയി. അച്ചോട്ടോ, എന്താ ഇതെങ്ങനെ എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ബാറ്ററി ഉണ്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ സോറി ഗൈസ്, ഇതാണ് എനിക്ക് കിട്ടിയ സാധനം. എന്ത് ക്യൂട്ടാണെന്നറിയോ, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് തന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ ജോയലാണ്. ജോയല് എൻ്റെ കൂടെ B1 എൻ്റെ കൂടെ പഠിച്ചതല്ല, ഞാനവിടെ ചെല്ലുമ്പോൾ അവനവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കമ്പനി. പക്ഷെ ആ ചെന്ന സമയത്തൊന്നും ഞാൻ അത്ര കമ്പനി ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ B2ൻ്റെ എക്സാം പഠിക്കുന്ന സമയത്തല്ല, എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിലാണ് ഞാൻ അവനോട്ട് ഭയങ്കര കമ്പനി ആകുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടും ആ കൂട്ട് അതുപോലെ നിന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടില്ല ഇവിടെ വന്നതിന് ശേഷം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ഓരോ വെക്കേഷൻ്റെ സമയത്ത് ഞാൻ അവനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും. എടാ മോനെ, എനിക്ക് ഉള്ളവുണ്ട്, ഉറപ്പായിട്ട് ഞാൻ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എനിക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അത് മുടങ്ങിപ്പോവും. എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും വരുവാടാ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി ഗിഫ്റ്റ്. ഇതെൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. അവൻ തന്നാണ് ഫസ്റ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. ഇതാണ് എൻ്റെ അടുത്ത രണ്ടാമത്തെ ഗിഫ്റ്റ്. ആദ്യത്തെ ഗിഫ്റ്റ് കണ്ടു കാണും, ഒരു ഡോളായിരുന്നു. അത് ജോയിലായിരുന്നു. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഗിഫ്റ്റ് തന്ന സാധനമാണ്. ഓക്കെ, ഞാൻ കുറേ നാളുകൂടി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നു. പക്ഷെ പൊട്ടിക്കുമ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ചില്ലെങ്കിൽ ഇതൊരു സുഖമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൊട്ടിക്കാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. ഓൾറെഡി ഞാനെല്ലാം പറയുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ പോവാണ്. അപ്പോൾ പോകുന്ന വഴി കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഏറ്റവും മോശമായ അൺബോക്സിംഗ് വീഡിയോ പ്ലാസ്റ്റിക് പോയിരുന്നത്. സാധനം എനിക്ക് ഭയങ്കര സന്തോഷം. അടച്ചു വെച്ചിട്ട് നേരിട്ട് നോക്കി കൊള്ളാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു പെട്ടിയുണ്ട്. എൻ്റെ ബോക്സാണ്.
നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ ബാക്കി എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും, ഈ ക്യാമറയും അതുപോലെ തന്നെ ഈ ടെഡിനെയും, ടെഡിയല്ല എന്താ ബ്രീത്തിങ് ഡോളിനെയും. അല്ലാതെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. 1 2 3 4 ഒരു ബോക്സും 3 ബാഗേജസും ഉണ്ട്. ബാഗേജ് എന്നാണോ, ഹാമ്പേഴ്സും ഉണ്ട്. അപ്പോൾ അത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇത് ബ്ലെസ്സി തന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിനകത്ത് 2 ഉടുപ്പുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു കേട്ടോ. 2 ഉടുപ്പുണ്ട്, പിന്നെ ഒരു ചോക്ലേറ്റ്. പിന്നെ എനിക്ക് ഈ ജേർണലും ഡയറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും എഴുതത്തില്ല, ഇങ്ങനെ കൈ വെക്കത്തേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ഇഷ്ടമായി ഡയറിയൊക്കെ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജേർണലിങ് ഡ്രീംസ് കം ട്രൂ. കൊള്ളാം, താങ്ക് യു. ഇത് എടുത്താടാം. നെക്സ്റ്റ് വൺ വലിയ പെട്ടി എടുക്കാം. ഇത്രയും വലിയൊരു ബോക്സ്. അതിനകത്ത് കുറേ നല്ലൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ തലയിൽ. ഇനി ഞാൻ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാൻ വരാം കേട്ടോ. കൊള്ളാം. ഓ, ഇതിനകത്ത് മുട്ടായി ഉണ്ട്. ഇത് ഗ്ലാസ് അല്ല മഗ്, എന്താണേലും. ഇതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട്. ഓ, ഇത് ഞാൻ ഇളക്കാം. ഓക്കെ, ഗ്ലാസ് ഉണ്ട്. അയ്യോ, നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ വയ്ക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് പാവയാണ്. വീണ്ടും ഒരു ഡയറി വിത്ത് കീസ്. വിത്ത് കീ. ഇത് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാവേ. പിന്നെ ഒരു ലെറ്റർ ഉണ്ട്. ഇത് ആൻ ആൻഡ് അനുദ്ര അവരുടെ ഗിഫ്റ്റാണ്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി തുറന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ബ്രഷിൻ്റെ ഒരു ബോക്സ്. ഓ, പിന്നെ ഒരു പെർഫ്യൂം. നല്ല മണമുണ്ട് കേട്ടോ, കൊള്ളാം. പിന്നെ ഇത് ബ്ലെസ്സിയുടെ ലെറ്ററാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചതാണ്. പിന്നെ ഒരു നെക്ക് പീസ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ, ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഓക്കെ, നെക്ക് പീസാണോ ബ്രേസ്ലെറ്റ് ആണോ? നെക്ക് പീസ്. ഓ, നല്ല രസമുണ്ട് കേട്ടോ. സോ ഒരു നെക്ക് പീസ്, പിന്നെ ഒരു ഹെയർ ഓയിലും ഒരു ബബിൾ ബാത്ത്, അയ്യോ, ഒരു ഷവർ ജെല്ലും. സോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. സോ ഗൈസ്, ഇനി എനിക്ക് 2 ബോക്സുകളുണ്ട്. ഒരെണ്ണം ഈ ഹാമ്പറും ഒരെണ്ണം ഈ ഹാമ്പറും. ഇത് ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോക്ലേറ്റ് ബോക്സും പിന്നെ ഒരു ഉടുപ്പുണ്ട്. ഈ ഉടുപ്പ് മുമ്പേ അതിനകത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഉടുപ്പും ഉണ്ട്. പിന്നീട് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് അഞ്ജലിയുടെ ഗിഫ്റ്റ്. അഞ്ജലി, എനിക്ക് ഒട്ടുമിക്ക അങ്ങനെ എല്ലാ ചോക്ലേറ്റ്സും ഒന്നും ഇഷ്ടമല്ല. പക്ഷേ മിൽക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിൽക്കയുടെ ബ്രൗണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവൾ മിൽക്കയുടെ ഒരു ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്. എനിക്ക് ഈ റീസെൻ്റായിട്ട് തുടങ്ങിയ അഡിക്ഷനാണ് ഈ പെർഫ്യൂമിനോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പം നേരത്തെ എനിക്ക് തലവേദന എടുക്കുമായിരുന്നു പെർഫ്യൂമൊക്കെ ഒത്തിരി ആയിക്കഴിയും. ഒത്തിരി നല്ല അടിക്കുമ്പോൾ തന്നെ എനിക്കൊരു അധികം എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും ആ കാര്യം. പിന്നെ എനിക്കൊരു റിംഗ് ലൈറ്റ് കണ്ടു തന്നിട്ടുണ്ട്, ചെറുത് കുഞ്ഞിക്ക കണ്ട. ഇത് കളർ മാറ്റുന്നതാണ്. 3 മോഡ്സ്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി എല്ലാ ബോക്സും അന്ന് കേക്ക് കട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്നും നോക്കിയില്ല, പക്ഷേ ചിലതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കയ്യിൽ അന്നേരം ഇട്ട് നോക്കിയായിരുന്നു. അതിൻ്റെ തന്നെ ഒരു കമ്മലും 2 കമ്മലും ഉണ്ടായിരുന്നു. അപ്പം അത്രയായിരുന്നു ഈ ഗിഫ്റ്റ് ബോക്സിനകത്തുള്ളത്. പിന്നെന്താ പറയുക, ഇതൊക്കെയായിരുന്നു എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. എനിക്ക് അന്ന് തന്നെ എല്ലാം പൊട്ടിച്ച് അപ്പം തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം തന്നെ ഒത്തിരി ലേറ്റ് ആയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ സർപ്രൈസായിട്ട് രാത്രി 12:30 ആയപ്പോഴത്തേക്കും വന്നത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ആ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, കുറച്ച് ക്ലിപ്സൊക്കെ. സോ ദാറ്റ് വാസ് മൈ 24th ബർത്ത്ഡേ. താങ്ക് യു, ബൈ ബൈ.